കൊച്ചി നഗരത്തിൽ ഒരു മഴയുള്ള വൈകുന്നേരം. വീഥികളിലൂടെ മഴത്തുള്ളികൾ പതിച്ചുകൊണ്ടിരുന്നു. ആകാശം മുഴുവൻ ചാരനിറത്തിൽ. ആദിൽ തന്റെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരുന്നു. മേശപ്പുറത്ത് പഴയ ഫോട്ടോകൾ, ഒരു ഡയറി, ഒരു പേര് വീണ്ടും വീണ്ടും അവന്റെ മനസ്സിൽ: റേയ. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയം. പക്ഷേ ഇപ്പോൾ അവളില്ല. 2 വർഷം മുൻപ് ഒരപകടത്തിൽ അവൾ മരിച്ചു. ആ ദിവസത്തിനുശേഷം ആദിലിന്റെ ജീവിതം മാറി. അവൻ ചിരിക്കാറില്ല, പുറത്തു പോകാറില്ല. ജീവിതം നിശ്ചലമായി. അന്ന് വൈകുന്നേരം അവന്റെ വീട്ടിലൊരു കുറിയർ എത്തി. അവൻ അത്ഭുതപ്പെട്ടു. അത് തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു ലെറ്റർ. അവന്റെ കൈകൾ വിറച്ചു. കാരണം ലെറ്ററിൽ എഴുതിയിരുന്നത് റേയയുടെ കൈയെഴുത്ത്. അവൻ അത് തുറന്നു വായിച്ചു. ആദിൽ, നീ ഇത് വായിക്കുന്ന സമയം ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കെന്റെ ജീവിതത്തിൽ സമയം കുറവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ചില ലെറ്ററുകൾ മുൻകൂട്ടി എഴുതിയത്, നിനക്ക് ഞാൻ പോയ ശേഷം വായിക്കാൻ. ആദിലിന്റെ ഹൃദയം തകർന്നു. നീ കരയരുത്, കാരണം ഞാൻ നിന്നെ ചിരിക്കുന്ന മുഖത്താണ് ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ ലെറ്റർ പിടിച്ച് കരഞ്ഞു. ഫ്ലാഷ് ബാക്ക്. റേയെ ആദ്യം കണ്ടത് ഒരു കഫേയിൽ. അവളുടെ ചിരി, അവളുടെ ശബ്ദം എല്ലാം അവനെ ആകർഷിച്ചു. അവർ വേഗത്തിലടുത്തു. ചായ, മഴ, ചെറിയ യാത്രകൾ. ജീവിതം വളരെ മനോഹരമായി. പക്ഷെ ഒരു ദിവസം റേയ അപ്രതീക്ഷിതമായി അസുഖപ്പെട്ടു. അവൾ അത് ചെറിയ കാര്യമെന്ന് പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യം, അവൾക്കൊരു ഗുരുതരമായ രോഗമുണ്ടായിരുന്നു. അവൾ അത് ആദിലിനോട് പറഞ്ഞില്ല. അവൾക്കവനൊപ്പം ചില മനോഹര നിമിഷങ്ങൾ മാത്രം വേണ്ടിയിരുന്നു. വർത്തമാനത്തിലേക്ക്. ആദിൽ വീണ്ടും ലെറ്റർ വായിച്ചു. നിനക്കൊരു ജോലിയുണ്ട്. നമ്മൾ ഒരുമിച്ചു പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് നീ ഒറ്റയ്ക്കെങ്കിലും പോകണം. ജീവിതം നിർത്തരുത്. അടുത്ത ദിവസങ്ങളിൽ ആദിൽ കൂടുതൽ ലെറ്ററുകൾ ലഭിച്ചു. ഓരോ ലെറ്ററും അവനെ മാറ്റി. അവൻ വീണ്ടും പുറത്തുപോകാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി, ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ റേയ പറഞ്ഞ ഒരു കടൽക്കരയിൽ പോയി. സൂര്യാസ്തമയം, കാറ്റ്. അവൻ അവസാന ലെറ്റർ തുറന്നു. ഇത് എന്റെ അവസാന ലെറ്ററാണ്. നീ ഇപ്പോൾ വീണ്ടും ജീവിക്കാൻ പഠിച്ചിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ വീണ്ടും പ്രണയിക്കണം, കാരണം പ്രണയം നിർത്താൻ പാടില്ല. ആദിലിന്റെ കണ്ണുകളിൽ കണ്ണുനീർ. അവൻ ആകാശത്തിലേക്ക് നോക്കി. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. കാറ്റ് ശക്തമായി വീശി. അവന് തോന്നി അവൾ അവന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. കാരണം ചില പ്രണയങ്ങൾ മരണത്തോടെ അവസാനിക്കില്ല. അവ ഓർമ്മകളായി ജീവിതം. കോഴിക്കോട് നഗരത്തിലെ ഒരു ശാന്തമായ വൈകുന്നേരം. കഫേയുടെ കോണിൽ രോഹൻ ഒറ്റയ്ക്കിരുന്നു. കയ്യിലൊരു കാപ്പി, മുന്നിലൊരു ഒഴിവുള്ള കസേര. അവൻ ആരെയോ കാത്തിരിക്കുകയായിരുന്നു. അവൾ വരാനിരിക്കുന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെൺകുട്ടി, ഐശ്വര്യ. പക്ഷേ ഇന്നവൾ വരുന്നത് ഒരു പ്രണയിനിയായി അല്ല, ഒരു വിവാഹനിശ്ചയിതയായ പെൺകുട്ടിയായി. അവൾ അകത്തു കയറി. സിമ്പിൾ ഡ്രസ്, കയ്യിലൊരു റിംഗ്. അവൾ ഇരുന്നു. ചില നിമിഷങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പിന്നീട് ഐശ്വര്യ ചോദിച്ചു, നീ എങ്ങനെയുണ്ട്? രോഹൻ ചിരിക്കാൻ ശ്രമിച്ചു. നന്നായി. നീ? അവൾ പറഞ്ഞു. ഞാൻ സന്തോഷത്തിലാണ്. പക്ഷേ അവളുടെ കണ്ണുകളിൽ സന്തോഷമില്ലായിരുന്നു. ഫ്ലാഷ് ബാക്ക്. കോളേജിൽ ആദ്യമായി കണ്ടത്. അവൾ വളരെ സന്തോഷമുള്ള പെൺകുട്ടി. രോഹൻ ഒരു ശാന്തനായ ബാലൻ. അവൾ ആദ്യം തന്നെ അവനോട് സംസാരിച്ചു. നീ എപ്പോഴും ഇത്ര സീരിയസ് ആണോ? അവൾ ചോദിച്ചു. അത് അവരുടെ സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു. അവരൊരുമിച്ച് ക്ലാസുകൾ, കാന്റീൻ, പ്രോജക്റ്റുകൾ. പതുക്കെ അവരുടെ സൗഹൃദം ഗാഢമായ ബന്ധമായി മാറി. പക്ഷെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് രോഹൻ തന്റെ പ്രണയം ഒരിക്കലും തുറന്നു പറഞ്ഞില്ല. അവൻ ഭയപ്പെട്ടു, അവളെ നഷ്ടപ്പെടുമോ എന്ന്. ഒരു ദിവസം ഐശ്വര്യ പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. രോഹൻ മിണ്ടാതിരുന്നു. അവൾ ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? രോഹൻ ചിരിച്ചു പറഞ്ഞു, നീ സന്തോഷമുള്ളതാണെങ്കിൽ എനിക്കത് മതി. ആ വാക്ക് അവരുടെ ജീവിതം മാറ്റി. വർത്തമാനത്തിലേക്ക്. ഐശ്വര്യ കാപ്പി നോക്കിയിരുന്നു. പിന്നീടവൾ പതുക്കെ പറഞ്ഞു, രോഹൻ,
ഞാനൊരു കാര്യം പറയട്ടെ. അവൻ നോക്കി. നീ ഒരിക്കലും എന്നോട് പ്രണയം പറഞ്ഞില്ല, പക്ഷെ ഞാനതെപ്പോഴും മനസ്സിലാക്കിയിരുന്നു. രോഹന്റെ ഹൃദയം നിശ്ചലമായി. അവൾ തുടർന്നു. ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു. അവൻ ഞെട്ടി. അപ്പോൾ അവൾ ചിരിച്ചു. കണ്ണുനീർ നിറഞ്ഞു. നീ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം വ്യത്യസ്തമായേനെ. ആ വാക്കുകൾ രോഹന്റെ ഹൃദയം തകർത്തു. അവൾ പറഞ്ഞു, ഇപ്പോൾ വളരെ വൈകി. അവൾ റിംഗ് നോക്കി. ജീവിതത്തിൽ ചില കാര്യങ്ങൾ സമയത്തു പറയണം, അല്ലെങ്കിൽ അത് കഥയായി മാത്രം ബാക്കി നിൽക്കും. അവൾ എഴുന്നേറ്റ് നിന്നു. പോകുന്നതിനു മുമ്പ് പറഞ്ഞു, നീ നല്ല ആളാണ്. ഒരാൾ നിന്നെ വളരെ സ്നേഹിക്കും. അവൾ നടന്നുപോയി. രോഹൻ അവിടെയിരുന്നു. ശൂന്യമായ കസേരയെ നോക്കി. കാപ്പി തണുത്തു. ഹൃദയം കൂടി. അവൻ മനസ്സിലാക്കി, പ്രണയം വൈകി പറയുന്നത് ഒരു